ഹായ് ഓൾ, ഇന്നത്തേതൊരു ബീഫ് കൊണ്ടാട്ടം റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ നമുക്ക് ആഡാക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്മി മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോരി എടുത്തിട്ട് നമുക്ക് ആ ഒരു ബീഫിനെ മാത്രം സെപ്പറേറ്റായി മാറ്റിയിട്ട് ആ സ്റ്റോക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് കോൺഫ്ലവറും അതുപോലെ കറി ലീവ്സും ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബീഫിൻ്റെ ആ ഒരു സ്റ്റോക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ സവാള കനം കുറച്ച് നന്നായി അരിഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബീഫ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ ബീഫും ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിലിലോട്ട് നമ്മൾ കുറച്ച് വെള്ളുള്ളിയും അതുപോലെ ഇഞ്ചിയും പിന്നെ പച്ചമുളക് നടുകെ കീറിയതും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആ പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സാക്കുക. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് അതിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കുക. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാള നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കിതൊരു 1-2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ബീഫ് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം അടിപൊളിയായി തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തി പത്തിരി അതുപോലെ അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.